ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കോട്ടൺ പീസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കോട്ടൺ പീസിന് നമുക്ക് നല്ല റെസ്പോൺസ് അല്ലേ ശരണേ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? കോട്ടൺ പീസ് നമ്മുടെ ഹോൾസെയിൽ കസ്റ്റമർ വന്നാൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഐറ്റം കോട്ടൺ പീസുകളാണ് കേട്ടോ. കാരണം ഒരുപാട് ഹോൾസെയിൽ കസ്റ്റമറാണ് നമ്മൾ ഈ ഒരു ഈദ് പ്രമാണിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് ദൂരെ നിന്നൊക്കെയുള്ള ഒരുപാട് പേര് വന്ന് എറണാകുളം, ആലപ്പുഴ അങ്ങനെ ദൂരെ നിന്നുള്ള ഒരുപാട് പേര് വന്നിട്ട് ട്രിവാൻഡ്രം സൈഡിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കൂടുതലും എടുത്തിട്ടുള്ള നമ്മുടെ ഈ കോട്ടൺ പീസ് തന്നെയാണ് കേട്ടോ. അടിപൊളി ഐറ്റംസ് ആണ്. നല്ല ജയ്പൂരിൻ്റെ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന കോട്ടൺ പീസാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം. പെട്ടെന്ന് കാണിച്ചു പോവാം. നല്ല ഐറ്റം ഇതാ. ഫസ്റ്റ് വൺ ഈ ഒരു കളർ നോക്കിയേ നിങ്ങൾ. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രിൻ്റാണ് മെയിൻ ഹൈലൈറ്റ്. ഇതിൻ്റെ ഡൈയിങ് നല്ല പക്ക പെർഫെക്ഷനോടുകൂടിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. എനിക്ക് മോളെ ഓരോന്നായിട്ട് നോട്ട് കാണിക്കാം പെട്ടെന്ന്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. പ്രൈസ് വരുന്നത് 1190 ഉള്ളൂ കേട്ടോ. അപ്പോൾ കോട്ടൺ പീസിനെ ആഗ്രഹിക്കുന്നവർ ഡെയിലി യൂസുകാർക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ. സൂപ്പറായിട്ട് ഫസ്റ്റ് കളർ ഈ വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. കളറൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു മോളെ പെട്ടെന്ന് പിടി. കളറൊക്കെ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് അറിയാവുമെന്ന് എനിക്കറിയില്ല. നല്ല രസമായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ദുപ്പട്ട വരുന്ന ഈ രീതിയിൽ കേട്ടോ. ഡെയിലി യൂസുകാർക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ്. കളറ് കറക്റ്റ് ഞാൻ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തോളൂ. കാരണം കോട്ടൺ ആയതുകൊണ്ട് തന്നെ കളറൊന്നും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇത് പറഞ്ഞിട്ട് കോട്ടൺ ആയതുകൊണ്ട് വാഷിംഗ് ഒക്കെ ഫസ്റ്റ് നിങ്ങളൊന്ന് കെയർ ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ. അടുത്ത കളർ കേട്ടോ നമ്മൾ പെട്ടെന്ന് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നത് സൂപ്പറായിട്ടുള്ള ബ്ലൂ. ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ. ഫാൻ കിടക്കുന്നതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഈ ദുപ്പട്ടയൊക്കെ. നമ്മൾ പണ്ടൊക്കെ പറയും ഓയിൽ ഷാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട വിത്ത് ബോട്ടം. ഇതാണ് സെക്കൻഡ് കളർ. നമുക്ക് അടുത്തത് കാണാം. അടുത്തത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. സൂപ്പറായിട്ടുള്ള ഷെയ്ഡ്. ഇതിനകത്ത് ഡൈയിങ് ആണ് കേട്ടോ. പക്ക പെർഫെക്ഷൻ. ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ്. കണ്ടല്ലോ, ഭയങ്കര നമ്മൾ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നിങ്ങളൊരു കോളർ നെക്കോ ഒരു വെറൈറ്റി നെക്കൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. സൂപ്പറാണ്. നല്ല കോട്ടൻ്റെ ബോട്ടം കണ്ടോ. 1150 നിങ്ങൾക്ക് ലാഭമാണ്. പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്ത് അടുത്തതാണ്. നല്ല രസമായിട്ടുള്ള ഒരു മാർബിൾ പ്രിൻറ്റ് പോലെ തോന്നിക്കുന്ന ഒരു പ്രിൻ്റാണ് അടുത്ത കേട്ടോ. 1190 എൻ്റെ പ്രൈസ്. ഞാൻ ചിലപ്പോൾ തെറ്റിച്ചൊക്കെ പറഞ്ഞു വെപ്രാളം കൊണ്ട് പറഞ്ഞു പോകുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കണേ. സൈറ്റിൽ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. സൈറ്റിൽ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ഞാൻ ഈ പറയുന്നത് വെച്ചിട്ടായാലും ഒന്നും കൂടെ നിങ്ങൾ അതുകൂടെ നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ദുപ്പട്ടയല്ലേ കണ്ടോ. ഡെയിലി യൂസുകാരൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണിത്. അപ്പോൾ ഓഫീസ് യൂസുകാർക്കൊക്കെ പറ്റുന്നതാണ്. പെട്ടെന്ന് കയറി എടുത്തോ. അടുത്തതാണ്. അടുത്തതൊരു വയലറ്റ് ഷെയ്ഡ് കേട്ടോ. സൂപ്പറായിട്ടുള്ള വയലറ്റ് ഷെയ്ഡ്. പെട്ടെന്ന് ഇറങ്ങി പിടിച്ചിട്ട് എടുത്തോളാം. അത് നല്ല രസമായിട്ടുള്ള വയലറ്റ് ദുപ്പട്ട കേട്ടോ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ദുപ്പട്ട വരുന്ന ഈ രീതിയിലാണ് കേട്ടോ. സൂപ്പറാണ്. നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് ഒരു മാർബിൾ പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. ഭംഗിയായിട്ടുള്ള മാർബിൾ പ്രിൻറ്റ്. ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ അല്ലേ. 1, 2, 3 ഒക്കെ എടുത്തോട്ടോ. ഞാൻ പറഞ്ഞോട്ട് വാഷിംഗ് ഒക്കെ നിങ്ങളൊന്ന് കെയർ ചെയ്യുക. കോട്ടൺ അല്ലേ, പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ജസ്റ്റ് ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡോ ഒക്കെ ഉപയോഗിച്ചൊക്കെ നിങ്ങൾ വാഷ് ചെയ്താൽ കുറച്ച് സൂപ്പറായിട്ടിരിക്കും. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. വെറും 1190 ഉള്ളൂ പ്രൈസ്. അടുത്തതാണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഒരു വെറൈറ്റി ഗ്രീനാണ്. എല്ലാ പ്രിൻറ്റും ഒരു ഭംഗി പോലെ തോന്നുന്നില്ലേ. എല്ലാത്തിനും ഒരു ക്യൂട്ട് ലുക്ക് തരുന്നുണ്ട് കണ്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വിത്ത് ബോട്ടം. അടുത്തതാണ്. അടുത്തത് വരുന്ന ഈ കളറാണ് കേട്ടോ. എനിക്ക് ലെങ്ത് ഒക്കെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ലെങ്ത് ഇട്ട് തയ്ക്കുന്നവരൊക്കെ കാണും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറയുമോ, കുറച്ച് പീസ് അറിയാവുന്ന സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് പീസ് എടുത്ത് നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത് ജോയിൻറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് നീളം കൂട്ടാൻ പറ്റും. ഒത്തിരി നീളം വേണ്ടവർക്ക് കേട്ടോ. അത് ആവറേജ് നമ്മൾ നോർമൽ നീളവേ വരുന്നുള്ളൂ. ലെങ്ത് ഒക്കെ നമ്മൾ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. അടുത്തതാണ്. അടുത്തതൊരു ഗ്രീൻ ഷെയ്ഡാണ്. സൂപ്പറായിട്ടുള്ള ഗ്രീൻ വിത്ത് യെല്ലോ ആണ്. മസ്റ്റർഡ് യെല്ലോ. ഇങ്ങനെയാണ് മോഡൽ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കോട്ടൺസിൻ്റെ തന്നെ പല കളക്ഷൻസാണ്. വെറൈറ്റി കളക്ഷൻസാണ്. കാരണം അത്രയും ഡിമാൻഡാണ് എനിക്ക് ഈ ഒരു ഐറ്റം. ഒരു കസ്റ്റമർ തന്നെ 4, 5 പീസൊക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത്രയും ഡിമാൻഡുള്ളൊരു ഐറ്റം ആണെന്ന്. അടുത്തത് കാണിക്കാം. അടുത്തത് ഈ കളറാണ് വരുന്നത്. നമുക്ക് അടുത്തത് കാണാം. അടുത്ത നല്ലൊരു കളറല്ലേ. സൂപ്പറായിട്ടുള്ളൊരു കോട്ടൺ. നമുക്ക് അടുത്തത് കാണാം. ലാസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ്. മാമ്പഴം മഞ്ഞ വിത്ത് ബ്ലാക്ക് ആണ്. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും കെയർ ചെയ്തൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കുക. ഒത്തിരി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നല്ല രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. എല്ലാവരും സൈറ്റിലൂടെ കയറി പർച്ചേസ് ചെയ്തോ. അടുത്തൊരു വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും ബൈ.